ഞങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഗ്യാങ്ങാട്ട പോയത് കാറിന്. ഇത് പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ ദുബായിലൊരു തിയേറ്ററിലാണ് പോയത്, ഒരു മാളിലുള്ള തിയേറ്ററിലാണ് പോയത്. നല്ലൊരു സിനിമയായിരുന്നു. കാര്യം ലൂസിഫർ എന്താണോ ആ ഒരു വൈബ് പടം. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ L3 എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ കൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചേക്കുന്നത്. കാര്യം ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ അറിയാൻ പറ്റുള്ളൂ. അതിനി അധികം വൈകിപ്പിക്കാതെ പൃഥ്വിരാജ് നമുക്ക് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് തരും എന്ന് പ്രതീക്ഷിക്കുന്നു, ഷൂട്ട് ചെയ്തതൊക്കെ. കാര്യം നല്ലൊരു പടമായിരുന്നു, നല്ലൊരു മേക്കിംഗ് ആണ്. പറയേണ്ട പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മേക്കിങ്ങിനെ പറ്റി അടിപൊളിയായിരുന്നു. ഫൈറ്റ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് വൈൽഡ് ഒരു കാട്ടിലുള്ള ഫൈറ്റ് ഉണ്ട്, അതും രക്ഷ ഫൈറ്റാണ്. അത് തിയേറ്ററിൽ തന്നെ പോയി, ആ ജംഗിൾ പൊളി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ ലാലേട്ടൻ്റെ തിരിച്ചു വരുമെന്ന് പറയാം. ലാലേട്ടനെ പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. പടം എന്തായാലും ഒരു 100 കോടിക്ക് മേളിൽ വെറുതെ പോകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു രീതിയിലുള്ള സംശയമില്ല. പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ചില ക്യാമറ ആംഗിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ക്യാമറ ആംഗിൾസ്. പടത്തിൻ്റെ ആ ഒരു ടോട്ടൽ കളറായാലും എല്ലാം കൊണ്ടും പടം രക്ഷയില്ല, വേറെ ലെവല്. മസ്റ്റ് വാച്ചാണ്. എല്ലാവരും തിയേറ്റർ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, ഓരോ മൈൻഡായിട്ടുള്ള ആൾക്കാർ അഭിനയിച്ചിട്ട് അവർക്ക് ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാമറ അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഷോട്ടെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്. അത് വളരെ നന്നായിട്ട് തോന്നി. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി കൂടുതൽ കുറച്ച് മാസ് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ അത് അടുത്ത പാർട്ടിലായിരിക്കണം. കാര്യം അങ്ങനത്തെ ഒരു അവസാനമാണ് പടത്തിൽ. അത് സസ്പെൻസ് പൊളിക്കുന്നില്ല, അത്രയും ഒരു അവസാനത്തിലാണ് പടം കൊണ്ട് എത്തിച്ചേക്കണേ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത പാർട്ടിനായിട്ട്. ഓക്കെ.